ചെസ് കമ്പ്യൂട്ടേഴ്സ് ഒന്നുമില്ലാത്ത കാലത്ത് ഇന്നത്തെ ചെസ് കമ്പ്യൂട്ടേഴ്സിനെ പോലും വെല്ലുന്ന മൂസാണ് ബോബി ഫിഷർ കളിച്ചിരുന്നത്. ഈ ഗെയിം കളിച്ചിരിക്കുന്നത് 1965 ക്യൂബയിൽ വെച്ചാണ്. കാപ്പബ്ലങ്ക മെമ്മോറിയൽ ഇൻ്റർനാഷണൽ ചെസ് ടൂർണമെൻറ്റിലാണ് ഈ മനോഹരമായ ഗെയിം നടന്നിരിക്കുന്നത്. ഇവിടെ വൈറ്റ് കളിക്കുന്ന പ്ലെയർ ഹീൻസ് ലെയ്ൻമാൻ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയറാണ്. ബ്ലാക്ക് കളിക്കുന്നത് ബോബി ഫിഷർ. ഇവിടെ ഹെയ്ൻസ് ലെയ്ൻമാൻ ഇവിടെ കളിക്കുന്നത് പോൺ E4 ആണ്. ഫിഷർ C5 കളിക്കുന്നു, സിസിലിയൻ ഡിഫൻസ് ആണ്. നൈറ്റ് F3, D6, D4, പോൺ വെച്ച് പോണിനെ വെട്ടുന്നു, നൈറ്റ് വെച്ച് വെട്ടുന്നു. നൈറ്റ് F6 കളിച്ച് ഈ പോണിനെ അറ്റാക്ക് ചെയ്യണു. നൈറ്റ് C3 കളിച്ച് ഡിഫെൻഡ് ചെയ്യുന്നു. A6, അപ്പോൾ ഇത് സിസിലിയൻ ഡിഫൻസിൻ്റെ നൈറ്റ് ഓഫ് വേരിയേഷൻ ആണ്. ബിഷപ്പ് E2, നൈറ്റ് BD7, അപ്പോൾ രണ്ട് നൈറ്റുകളെ കണക്ട് ചെയ്യുകയാണ് ഫിഷർ. വൈറ്റ് ക്യാൻസൽ ചെയ്യുന്നു. ഫിഷർ E6 കളിക്കുന്നു, അപ്പോൾ സിസിലിയൻ ഡിഫൻസിൻ്റെ ഷെവനിങ്കൻ വേരിയേഷനിലേക്ക് ട്രാൻസ്പോസ് ചെയ്യുവാണ്. F4, അപ്പോൾ മാക്സിമം സ്പേസ് ഇവിടെ വൈറ്റിന് വരികയാണ്. E4ലും F4ലും പോകുന്നുണ്ട്. ഒരുപാട് സ്പേഷ്യൽ അഡ്വാൻറ്റേജ് ഇവിടെ വൈറ്റിനുണ്ട്. ഫിഷർ എങ്ങനെ കളിക്കുന്നു? അപ്പോൾ ഇവിടെ കിങ് സൈഡിലേക്ക് മാക്സിമം അറ്റാക്കാണ് ഫിഷറിൻ്റെ എതിരാളി നടത്തുന്നത്. ഫിഷർ എന്താണ് ഇങ്ങനെ B5, ഇവിടെ കിങ് സൈഡ് ആണെങ്കിൽ ഇപ്പുറത്ത് ക്യൂൻ സൈഡ്. ബിഷപ്പിനെ ഇവിടെ F3യിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഐഡിയ ഇവിടെ അടുത്ത മൂവിൽ വേണമെങ്കിൽ ഇതുപോലത്തെ ബ്രേക്ക് നടത്തി നേരെ ഈ റൂക്കിലേക്കൊക്കെ അറ്റാക്ക് ചെയ്യാം. പല ഐഡിയാസ് ഉണ്ട് ഇവിടെ. ബിഷപ്പ് B7 കളിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കളിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു മൂവ് അല്ലാതെ വെറുതെ ഒരു റാൻഡം മൂവ് കളിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇവിടുത്തെ E5 വളരെ സ്ട്രോങ് ആവും. കാരണം എന്താണ്, E5 കളിക്കുന്നതോടെ നൈറ്റിലേക്കും അറ്റാക്കാണ്, ഈ റൂക്കിലേക്കും അറ്റാക്കാണ്. കാര്യം ഇതിനിടയിലൊക്കെ വരാം, ഇങ്ങനെ വരാനൊക്കെ നോക്കാം. പക്ഷേ ഇത് അത്ര നല്ല ഐഡിയ അല്ല. കാരണം എന്താണ്, ജസ്റ്റ് ഇങ്ങനെ ഒരു എക്സ്ചേഞ്ച് ചെയ്താൽ മതി. ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ ഇവിടെ ബിഷപ്പ് വെച്ചല്ല എടുക്കുന്നത്, അതിന് പകരം പവർഫുള്ളായുള്ളൊരു മൂവ് E6 എന്ന് പറഞ്ഞ മൂവ്. ഇതൊരു ക്രഷിങ് മൂവാണ്. അപ്പോൾ ഇവിടെ ഈ പൊസിഷനിൽ ഈ ഒരു F7 പോണിലേക്കും അറ്റാക്ക് ചെയ്യുകയാണ്, അതുപോലെ തന്നെ ഈ ഒരു നൈറ്റിലേക്കും അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഈ പോണിനെ എടുക്കാൻ നോക്കണമൊക്കെ ഭയങ്കര മിസ്റ്റേക്കാണ്. കാരണം ഓൾറെഡി പെട്ടെന്ന് ലൂസിങ് ആയിരിക്കും ഇത്. കാരണം എന്താണ്, ഇവിടുത്തെ ബിഷപ്പ് ടു H5 ചെക്ക് ഉണ്ട്. ഇവിടെ ബിഷപ്പ് ടു H5 ചെക്ക് ഉണ്ട്. അപ്പോൾ ഈ പൊസിഷനിൽ വളരെ പരിതാപകരമായി കളിക്കേണ്ടത് കിങ് E6 കളിക്കേണ്ടത് ഇവിടെ ക്യൂൺ നേരെ പോകുന്നതാണ്. ഇനി അതല്ലാതെ G6 ഒക്കെ കളിച്ച് ഇവിടെ ആകെ കളിക്കാനൊന്നും മൂസ് ഇല്ലാത്ത പോലെ ആയിപ്പോൾ. ബിഷപ്പ് ചെക്കിന് ശേഷം ഇവിടെ കിങ് E7 തന്നെ പോകണം. അപ്പോഴെന്താണ്, വീണ്ടും നൈറ്റ് C6 ചെക്ക് വരും, പിന്നെ ക്യൂൻ പോവുകയും ചെയ്യും. അപ്പോൾ ഒരുപാട് ലൂസിങ് പൊസിഷനിലോട്ട് ഇവിടെ പോവുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് നേരെ ചാടിക്കയറി ഇങ്ങനെയുള്ളൊരു വേരിയേഷനിലോട്ട് പോവാതെ ഫിഷർ കാമായിട്ട് ഇവിടെ ഇത് അലവ് ചെയ്യാതെ ബിഷപ്പിന് B7 കളിക്കുന്നത്. ഇവിടെ എന്തായാലും E5 പോകുന്നു. അപ്പോൾ ഇവിടെ ഈ ബിഷപ്പിലേക്ക് അറ്റാക്കാണ്. അപ്പോൾ ഈ നൈറ്റിനെ സേവ് ചെയ്യാനൊരു വഴിയില്ല. കാരണം ഇപ്പോൾ നൈറ്റിനെ സേവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ബിഷപ്പ് പോവുകയും ചെയ്യും, പിന്നെ ഈ റൂക്കിലേക്ക് നേരെ അറ്റാക്കാണ്. അതുകൊണ്ട് ബിഷപ്പ് വെച്ച് എലിമിനേറ്റ് ചെയ്യണം, നൈറ്റ് വെച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവാൻ സംശയം, എന്തുകൊണ്ട് ഇവിടെ ഫിഷറിന് എതിരാളി ക്യൂൻ വെച്ചെടുത്തില്ല. ക്യൂൻ വെച്ചെടുത്തു കഴിഞ്ഞാൽ പോൺ വെച്ച് പോണിനെ എടുക്കുന്നു, തിരിച്ച് ഇവിടെ നൈറ്റ് C6 കളിക്കുന്നു. അപ്പോൾ ഇനി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ്, ഇവിടെ വെറുതെ ആ ഒരു പോൺ പോവുള്ളൂ. കാരണം എന്താണ്, നൈറ്റിൻ്റെ E5 കളിച്ചിട്ട് കൂടുതൽ അറ്റാക്ക് ഇവിടെ വരികയാണ്. അപ്പോൾ വെറുതെ ഒരു പോൺ ഇവിടെ പോവുകയാണ്. അപ്പോൾ പക്ഷേ അതിന് വരെ നൈറ്റ് C6 കളിച്ചിട്ട് വേണമെങ്കിൽ ഈ പോണിനെ തിരിച്ചെടുക്കാൻ നോക്കാം. പക്ഷേ ഈ പൊസിഷനിലും വെറുതെ ക്യൂൻ B6 ചെക്ക് വരും. ബിഷപ്പ് E3 പോലെ കളിച്ചാലും വെറുതെ ബിഷപ്പ് C5 കളിച്ചാൽ മതി. ഇനി പതുക്കെ ക്യാൻസൽ ചെയ്തിട്ട് ഫിഷറിൻ്റെ പീസുകളെല്ലാം ആക്റ്റീവ് ആവുകയും ചെയ്യും. ഈ കൊടുത്ത പോണിന് ഒരു കോമ്പൻസേഷനും വൈറ്റിന് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു വേരിയേഷനിലേക്ക് നേരെ പോകാതെ ക്യൂൻ വെച്ചെടുക്കാതെ നൈറ്റ് വെച്ചെടുത്തിട്ട് ഇപ്പോൾ ഈ ഒരു പോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. എന്തായാലും പോൺ വെച്ചെടുക്കുന്നു, തിരിച്ചെടുക്കുന്നു. ഇവിടെ കളിക്കുകയാണ് നൈറ്റിന് G4 കളിച്ച് ഫിഷർ ഈ ഒരു പോണിലേക്ക് അറ്റാക്ക് ചെയ്യാണ്. രണ്ട് രീതിയിൽ ഈ നൈറ്റും വെച്ച് അറ്റാക്ക് ചെയ്യാണ്. ക്യൂനെ E2 കളിക്കുന്നു, അതിനെ ഡിഫെൻഡ് ചെയ്യുകയാണ്. ഫിഷർ B4, ഈ പൊസിഷനിലെ ഏറ്റവും സ്ട്രോങ് മൂവ് ആയിട്ടുള്ള B4 കളിച്ച് ഈ ഒരു നൈറ്റിനെ ഇവിടെ നിന്ന് ഓടിക്കുന്നു. നൈറ്റ് തിരികെ പോകുന്നതിന് വരും നൈറ്റ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു E4 സ്ക്വയറിലോട്ട് വരുന്നു. അപ്പോൾ ഇത് ഫിഷറിൻ്റെ എതിരാളി ഒരു ട്രാപ്പിലേക്ക് സെറ്റ് ചെയ്യുകയാണ്. കൂടുതൽ പൊസിഷൻ ഓപ്പൺ അപ്പ് ആക്കാനാണ് ഫിഷറിനെ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഈ പോൺ ഫ്രീ അല്ലേ, ഫിഷർ എന്ത് ചെയ്യുന്നു, എന്തായാലും ആ ഫ്രീ പോണിനെ എടുക്കുന്നു. അപ്പോൾ ഇതിലെന്താണ് വൈറ്റിൻ്റെ ഉദ്ദേശം, നൈറ്റിനെ ഒഴിവാക്കുന്നു. ഇപ്പോൾ വൈറ്റിന് കിട്ടിയ കോമ്പൻസേഷൻ റൂക്കിന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫയൽ കിട്ടി. മാത്രമല്ല നൈറ്റിനെ ഇവിടെ G5 കൊണ്ടുവന്നു. F7 അറ്റാക്കും, അത് മാത്രമോ ഈ ഒരു നൈറ്റിലേക്കും അറ്റാക്ക്. അപ്പോൾ വൈറ്റിൻ്റെ പൊസിഷൻ കൂടുതൽ ആക്റ്റീവായി വരുവാണ്. ഫിഷർ പ്രോപ്പറായിട്ട് കളിച്ചേ പറ്റൂ. ആദ്യം ഒരു ചെക്ക് വെച്ച് കൊടുക്കണം, ക്യൂൻ വെച്ച് ചെക്കാണ്. ഇവിടെ ബിഷപ്പ് E3 വന്നു കഴിഞ്ഞാൽ നേരെ കളിക്കാൻ പോണത് ബിഷപ്പ് C5 ആണ്. അപ്പോൾ അങ്ങനെ പോകുന്നില്ല. അതിന് പകരം കിങ് വെറുതെ അങ്ങോട്ടേക്ക് മാറും, കിങ് സൈഡിലോട്ട് മാറുന്നു, കിങ് H1 മാറുന്നു.
ക്യൂൻ B5 കളിക്കുന്നു. അപ്പോൾ ക്യൂൻ B5 കളിച്ചില്ലെങ്കിൽ ഈ ഒരു നൈറ്റിലേക്ക് അറ്റാക്ക് ആണല്ലോ. അത് മാത്രമല്ല F7ലേക്കും കൂടുതൽ ത്രെഡ്സ് ഉണ്ട്. അപ്പോൾ ഈ നൈറ്റിന് ഇവിടെ നിന്ന് മൂവ് ചെയ്യാനും പറ്റില്ല, കാരണം F7ലേക്ക് പണി കിട്ടും. ഫിഷർ ഒരു ക്യൂൻ എക്സ്ചേഞ്ച് വേണോ എന്നുള്ള രീതിയിൽ ഇവിടെ ക്യൂൻ B5 കളിച്ച് ഈ ഒരു ക്യൂവിനെ ചലഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഫിഷറിൻ്റെ എതിരാളി എന്ത് ചെയ്യുന്നു? ക്യൂൻ ഇവിടെ തിരികെ പുറകോട്ട് പോകുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ ഈ ഒരു ത്രെട്ട് ഇതുപോലെ തന്നെ നിലനിർത്തണം. ഇപ്പോൾ ഈ ക്യൂന് ഈ ഒരു നൈറ്റിനെ പിടിച്ച് തന്നെ നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ പണി കിട്ടും. ബിഷപ്പ് B7 ക്യാൻസൽ ചെയ്യാനാണ് ഫിഷറിൻ്റെ ഉദ്ദേശം. B3 കളിക്കുന്നു. അപ്പോൾ ഐഡിയ ബിഷപ്പിനെ ഇവിടെ ഈ ഒരു ഡയഗണലിലേക്ക് കൊണ്ടുവന്ന് ഈ ഒരു നൈറ്റിലേക്ക് അറ്റാക്ക് ചെയ്യുക. അത് മാത്രമല്ല, വേണമെങ്കിൽ ഈ ഒരു ക്യൂവിനെ പിന്നീട് ഇങ്ങനെ ബിഷപ്പിനെ A3യിലേക്കൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന നല്ല ഐഡിയ ലൈൻസാണ് ഇവിടെ ഫിഷറിൻ്റെ എതിരാളി നോക്കുന്നത്. ഫിഷർ എന്തായാലും ക്യാൻസൽ ചെയ്യുന്നു. A4 കളിക്കുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ഉള്ള ഡിസിഷനാണ്. അപ്പോൾ ഈ ഒരു A4 കളിക്കുന്നതോടെ പൊസിഷൻ വീണ്ടും തുറന്ന് കൂടുതൽ പീസ് ആക്ടിവിറ്റി കൊണ്ടുവരാനാണ് ഫിഷറിൻ്റെ എതിരാളി നോക്കുന്നത്. ഫിഷർ എന്ത് ചെയ്യുന്നു? ക്യൂവിനെ C5 കളിച്ച് വളരെ സിമ്പിളായിട്ടുള്ള ചെസ് കളിക്കുകയാണ്. C2ലേക്ക് അറ്റാക്ക് ചെയ്യുകയാണ്. ക്യൂവിനെ E2 കളിച്ച് ആ പോണിനെ ഡിഫെൻഡ് ചെയ്യുന്നു. റൂക്കിനെയും കൂടെ കളിയിൽ കൊണ്ടുവന്നു. ഇപ്പോൾ ക്യൂനും റൂക്കും കൂടെയും ഇപ്പോൾ ഈ പോണിലേക്ക് അറ്റാക്കാണ്. C4 കളിക്കണം. വളരെ ആക്റ്റീവായിട്ടാണ് ഇവിടെ ഫിഷറിൻ്റെ എതിരാളി കളിക്കുന്നത്. അപ്പോൾ ഇവിടെ റൂക്കിനെ വേണമെങ്കിൽ ഇവിടെ A2ലേക്ക് കളിക്കാം. പക്ഷേ ഈ റൂക്കിന് ഇവിടെ പ്രത്യേകിച്ച് ഒരു ഗെയിമും അവിടെ ഉണ്ടാവില്ല. കുറച്ച് പാസീവായിട്ടുള്ള റൂക്കായിട്ട് അവിടെ പോകും. ഈ പൊസിഷനിൽ വെറുതെ A5 കളിച്ചിട്ട് ഈ പോണിനെ അങ്ങ് പ്രൊട്ടക്ട് ചെയ്ത് കളിച്ചാൽ മതി ഫിഷറിന്. പക്ഷേ അതിനേക്ക് പോണതിന് പകരം C4 ആണ് കളിക്കുന്നത്. അപ്പോൾ C4 കളിക്കുമ്പോൾ ഇവിടെ വേണമെങ്കിൽ C takes B3 എടുത്തോളൂ. പക്ഷേ അതിൽ എടുക്കുമ്പോൾ കുറേ അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഫിഷറിന് വേണമെങ്കിൽ എടുക്കാമെന്നുള്ള രീതിയിൽ ഫിഷർ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ട് ആ പോണിനെ എടുത്തു N+N വഴി. അപ്പോഴാണ് ഇവിടെ ബിഷപ്പ് ടു A3 വരുന്നത്. അപ്പോൾ ഇവിടെ ക്യൂനിലേക്കും അറ്റാക്ഡ് ആണ്. അതേ ലൈനിൽ ഈ ഒരു ബിഷപ്പും വരുന്നുണ്ട്. ഇനി അത് മാത്രമല്ല പ്രശ്നം, ഈ ക്യൂനാണ് ഈ നൈറ്റിനെ ഗാർഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്യൂൻ അവിടെ നിന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നൈറ്റ് പോകും. അപ്പോൾ ഫിഷർ എന്തെങ്കിലും ഇവിടെ ചെയ്യണം. ഇതിന് രണ്ടിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യൂനെ C7 കളിച്ചു. അപ്പോൾ ഈ നൈറ്റും പ്രൊട്ടക്റ്റഡ് ആണ്, ഈ ബിഷപ്പും പ്രൊട്ടക്റ്റഡ് ആണ്. പക്ഷേ ഫിഷറിൻ്റെ എതിരാളി ഇവിടെ ഒരു മെറ്റീരിയൽ അഡ്വാൻറ്റേജ് കിട്ടുമെന്നുള്ള രീതിയിൽ ഒരു പക്ഷേ ബിഷപ്പിനെ അങ്ങ് എടുക്കണം. അപ്പോൾ ക്യൂൻ ഇവിടെ വെച്ചപ്പോൾ ഈ നൈറ്റിൻ്റെ പ്രൊട്ടക്ഷൻ പോയി. പക്ഷേ ഇവിടെ ക്യൂൻ വെച്ച് നൈറ്റിനെ ഇവിടെ എടുത്തപ്പോൾ ഒരു പീസ് അഡ്വാൻറ്റേജ് കിട്ടിയ പോലെയൊക്കെ തോന്നാം. പക്ഷേ ഇമ്മീഡിയറ്റ്ലി റൂക്ക് C5. അപ്പോൾ ഇവിടെ ക്യൂൻ മാറിക്കഴിഞ്ഞാൽ നേരിട്ട് ആ ഒരു നൈറ്റിനെ വിൻ ചെയ്യാവുന്നതാണ്. കാരണം എന്താണ്, ക്യൂനും റൂക്കും കൂടെ ആ നൈറ്റിലേക്ക് എയിം ചെയ്യുന്നുണ്ട്. ക്യൂൻ മാറി റൂക്ക് ഇൻറ്റു G5. അവസാനം ഈ A6 പോണിനെ വെട്ടുന്നു. ഇനി ഒരവസരം കിട്ടിയാൽ ഇവിടെ A5ഉം ഇവിടുത്തെ B4 പോലത്തെ പുഷ് വെച്ച് ഒരു പാസർ ക്രിയേറ്റ് ചെയ്യാനാണ് ഇവിടെ ഫിഷറിൻ്റെ ഒപ്പോണൻറ്റ് ശ്രമിക്കുന്നത്. ക്യൂനെ ഇവിടെ B4 കൊണ്ടുവരുന്നു. ഈ പോണിലേക്കാണ് അറ്റാക്ക്. റൂക്കിനെ B1 വരുന്നു. കുറച്ച് പാസീവാണ് ഇവിടെ. റൂക്ക് D8 കളിച്ച് ഫിഷർ വളരെ ആക്റ്റീവായിട്ട് കളിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മൂവ് വരെ ഇവിടെ ഇമ്മീഡിയറ്റ്ലി വിന്നിങ് ആയിട്ടുള്ള ഒരു മൂവ് ഉണ്ടായിരുന്നു. നേരെ C2 കളിച്ചാൽ മതി. പക്ഷേ ഫിഷർ എന്തായാലും ഈ ഒരു പൊസിഷനിൽ C2 കളിക്കുന്നില്ല. ഫിഷർ റൂക്കിനെ ഇവിടെ D8 കളിക്കുന്നത്. A5. അപ്പോൾ പാസർ ക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിക്കണത്. തൽക്കാലം ഈ പോണിന് ഈ ക്യൂനും റൂക്കും എല്ലാം ഉള്ളതുകൊണ്ട് ഒരു പാസർ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള ഉദ്ദേശമാണ്. വേണമെങ്കിൽ തക്കമായ അവസരത്തിൽ ഇതുപോലത്തെ ട്രിക്സും നോക്കാം. റൂക്ക് ടു A4. H6 കളിക്കുന്നു. ഒരു പക്ഷേ ഈ മൂവിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടായിരുന്നില്ല. അതിന് പകരം നേരിട്ട് ഇവിടെ വേറെ അറ്റാക്കിംഗ് മൂവ്സ് നോക്കിയാൽ മതി. ഒരു പക്ഷേ ഇവിടെ നേരെ പോൺ ടു C2 കളിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഇനി ഇവിടെ റൂക്ക് C1 കളിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ബ്രില്യൻ സാക്രിഫൈസുകൾ ഉണ്ട് ഇവിടെ ജയിക്കാൻ. കാരണം ഇവിടെ റൂക്ക് ഇൻറ്റു G2 എന്ന് പറഞ്ഞൊരു സാക്രിഫൈസ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ത്രെട്ട് ഇവിടെ കിങ്ങൊക്കെ വെച്ചെടുത്തു കഴിഞ്ഞാൽ പണി കിട്ടും. ഇവിടെ ഒരു മേറ്റിംഗ് കോമ്പിനേഷൻ തന്നെയുണ്ട്. റൂക്ക് D2 ചെക്കാണ്. കിങ് പുറകോട്ട് പോയി കഴിഞ്ഞാൽ നേരെ മേറ്റിംഗ് സെക്ഷനിലോട്ട് പോകും. ഇവിടെ ക്യൂൺ D5 ചെക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കിങ് G3യിലേക്ക് പോയി കഴിഞ്ഞാലോ ഇവിടെയും ക്യൂൺ C3 ചെക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു ചെക്കിനെതിരെ ഇപ്പോൾ എങ്ങനെ കളിക്കും? ഇപ്പോൾ ക്യൂൻ ഇവിടെയുണ്ട്, റൂക്ക് ഇവിടെയുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യും? കിങ്ങിനി മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എവിടേക്ക് പോയാലും പണിയാണ്. ഇവിടെ ഒരു പക്ഷേ കിങ് ഇങ്ങോട്ടേക്ക് മൂവ് കഴിഞ്ഞാൽ റൂക്ക് D4 ചെക്ക് വരും. ഇനി എവിടേക്ക് മൂവ് ചെയ്താലും 2 മൂവാണ് ഉള്ളത്. കിങ്ങിനെ ഇവിടേക്ക് കൊണ്ടുപോകാം, G5 കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഇപ്പോൾ എവിടേക്ക് കൊണ്ടുപോകും, കിങ്ങിനെ ഇവിടേക്ക് കൊണ്ടുപോകാം. എങ്ങോട്ട് കളിച്ചാലും മോശമാണ്. ഇവിടേക്ക് കളിച്ചു കഴിഞ്ഞാൽ ക്യൂൻ E3 ചെക്ക് മേറ്റാണ്. ഇനി അതുമല്ല, നേരെ മറ്റൊരു മൂവായിട്ടുള്ള ഇവിടേക്ക് കളിച്ചു കഴിഞ്ഞാലോ ഇവിടെയും ക്യൂൻ ടു C5 ചെക്ക് മേറ്റാണ്. അപ്പോൾ ഈ ലൈൻ എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ പക്ഷേ ഈ ഒരു പൊസിഷനിൽ റൂക്കിന് G2 ഇവിടെ
ഫിഷർ പോകുന്നില്ല. C2വിനൊക്കെ പകരം H6 കളിച്ചിട്ട് ഓക്കെ ഇനി എങ്ങാനും ഒരു ചെക്ക് വന്നു കഴിഞ്ഞാൽ കിങ്ങിന് ഒരു എസ്കേപ്പ് വഴി കിട്ടാൻ കുറച്ച് പാസീവായിട്ട് ഇവിടെ ഫിഷർ കളിക്കുകയാണ്. പക്ഷേ എന്നിരുന്നാലും ഇവിടുത്തെ C2 മൂവ് കാണുക, ആ ലൈൻസ് മുഴുവൻ കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ക്യൂവിനെ ഇവിടെ C4ലേക്ക് കൊണ്ടുവന്നിട്ട് ഈ ഒരു ക്യൂവിന് എക്സ്ചേഞ്ചിന് വേണ്ടി ഇവിടെ ഫിഷറിനെ ചലഞ്ച് ചെയ്യുന്നു. ഫിഷർ എന്ത് ചെയ്യുന്നു? ഫിഷർ എന്തായാലും ക്യൂവിന് എക്സ്ചേഞ്ചിലേക്ക് പോകുന്നു. ഇവിടെ ഫൈനലി ഫിഷർ ഇവിടെ C2 കളിക്കുന്നു. റൂക്കിലേക്ക് അറ്റാക്കാണ്. റൂക്കിനെ ഇവിടെ ടൈ ഡൗൺ ചെയ്തിട്ട് ഇവിടെ C1 വരുന്നു. ഈ പൊസിഷനിൽ ഫിഷർ ഒരു മൂവ് കളിക്കുന്നു. ഫിഷറിൻ്റെ ഒപ്പോണൻറ്റ് റിസൈൻ ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഫിഷർ കളിച്ച ആ കിടലൻ മൂവിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കാവുന്നതാണ്. ഓക്കെ, നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഫിഷർ കളിച്ച മൂവ് റൂക്ക് ഇൻറ്റു A5. അപ്പോൾ ഈ ഒരു റൂക്കിനെ ചലഞ്ച് ചെയ്യുകയാണ്. ഈ റൂക്കിന് പോകാൻ വേറെ ഒരു സ്ക്വയറും ഇല്ല. ഇപ്പോൾ ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ ഈ പോൺ വെച്ചെടുക്കും. ഈ റൂക്കിന് ഇവിടെ തന്നെ നിൽക്കുകയും ചെയ്യണം. വേറെ രീതിയിലേക്ക് മൂവ് ചെയ്യാനും പറ്റില്ല. ഈ പൊസിഷനിൽ ഫിഷറിൻ്റെ ഒപ്പോണൻറ്റ് റിസൈൻ ചെയ്തു. കാരണം എന്താണ്? റൂക്ക് ഇൻറ്റു കളിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള റൂക്കിനെ ഇവിടെ D1 ചെക്ക്. അപ്പോൾ ഫോഴ്സായിട്ട് എടുത്തേ പറ്റൂ, വേറെ മൂവൊന്നുമില്ല. ഇങ്ങനെ എടുക്കുക, വെറുതെ ഇങ്ങനെ റൂക്ക് എടുത്താലും ഇവിടെ ക്യൂവിന് എടുത്താലും ഇവിടെ ചെക്ക് മേറ്റ്. ഫിഷർ കളിച്ച് ഈ മനോഹരമായ ഗെയിം എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫിഷറിൻ്റെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസും മറ്റ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണാം.